ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞൾ സോപ്പാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ട്, നമ്മുടെ അലോവര, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവര ഓയിലുണ്ട്, പിന്നെ നമ്മൾ ടീ ട്രീൻ്റെ എസെൻഷ്യൽ ഓയിലുണ്ട്, പിന്നെ നമ്മുടെ ഗ്ലിസറിൻ, പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ഓയിൽ, റോസ് വാട്ടർ ആൻഡ് ഫ്രാഗ്രൻസ് ഓയിലുണ്ട് കേട്ടോ. ഇത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോപ്പിനായിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ സോപ്പ് ബേസ്. അത് നമുക്കൊന്ന് അളന്ന് നോക്കാം. അതിനായി നമ്മൾ കിച്ചൺ സ്കെയിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോപ്പ് ബേസ് ഇടാം കേട്ടോ. ഇത് നമ്മൾ നല്ല സ്ലൈസ് ചെയ്തൊരു സോപ്പ് ബേസാണ്. ഇത് നമ്മൾ ഇവിടെ എടുത്തുള്ള ഒരു കെമിക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇത് നിങ്ങൾക്ക് സ്ലൈസായി കിട്ടും. അതാകുമ്പോൾ ഈസിയാണ് മെൽറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്നത് 513 ഗ്രാം സോപ്പ് ബേസാണ്. നിങ്ങൾക്ക് 500 ഗ്രാമും 500-ന് താഴേക്ക് കുറയരുത്. നമുക്ക് 500-ൻ്റെ മേൽ പോയാൽ കുഴപ്പമില്ല. ഇനി നമുക്ക് മിക്സ് റെഡിയാക്കാം. അതിനായി നമ്മൾ നമ്മുടെ കിച്ചൺ സ്കെയിൽ തന്നെയാണ് അളന്ന് നിൽക്കുന്നത്. നമ്മുടെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിരിക്കുന്നത് 6 ഗ്രാമാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഞങ്ങളിപ്പോൾ ഒരു 6 ഗ്രാമേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അത് നമ്മൾ ഇതിൽ കുറച്ചുണ്ടായിട്ടുള്ളൂ. അപ്പം നമ്മൾ അത് ഫുള്ള് ഒഴിച്ചു കൊടുത്തു. അപ്പം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഗ്ലിസറിനാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവര ഓയിലാണ്. ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവർ പോയി കാണുക, നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 2 ടീസ്പൂൺ അലോവര ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അലോവര ജെല്ലിനേക്കാളും നല്ലതാണ് കേട്ടോ. നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി വരും. അടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇത് നിങ്ങൾക്ക് ക്യാപ്സ്യൂളും ഒഴിക്കാം. വൈറ്റമിൻ ഇ ഓയിൽ ഇങ്ങനെ ഒരു ഇതിൽ ഓൺലൈനിലൊക്കെ കിട്ടുന്നതാണ്. ഇനി നമ്മളൊരു 10 ഡ്രോപ്സ് ആണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് എല്ലാതും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് എല്ലായിടത്തേക്കും പിടിക്കുന്ന വരെ നല്ലവണ്ണം എല്ലാതും മിക്സായി കിട്ടുന്ന വരെ നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ സോപ്പ് ബേസ് പീസാക്കിയ സോപ്പ് ബേസ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് കുറച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഫുൾ മെൽറ്റായി വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ മിക്സ് ഇടാൻ പോകുന്നത്. അത് നമ്മൾ മിക്സ് നല്ലപോലെ ഇതിലേക്ക് ഫുള്ളായിട്ട് കൊടുക്കണം. എന്നാലേ ഈ സോപ്പ് നല്ലപോലെ വരുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് അത് നല്ല കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു കളറും ആഡ് ചെയ്തില്ല. പക്ഷേ ഈ മഞ്ഞളുടെ കളർ ഇപ്പോൾ അത് റെഡ് കളറായി വന്നിട്ടുണ്ട്. പിയേഴ്സിൻ്റെ അതേ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ട് വേണം ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 മില്ലി ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അത് നമ്മൾ പിയേഴ്സിൻ്റെതാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ല പിയേഴ്സിൻ്റെ കളറും കിട്ടും, പിയേഴ്സിൻ്റെ സ്മെല്ലും കിട്ടും. അതിനാണ് നമ്മൾ പിയേഴ്സിൻ്റെത് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രാഗ്രൻസ് ഓയിൽ എല്ലായിടത്തേക്കും പിടിക്കുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിയേഴ്സിൻ്റെ തന്നെ മോൾഡിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5 സോപ്പിനാണ് കേട്ടോ കിട്ടിയത്. 5 സോപ്പും പിന്നെ ഒരു ചെറിയൊരു സോപ്പുമാണ് കേട്ടോ. ഇപ്പം ഇപ്പം ഇതിൻ്റെ പതൊക്കെ ഒന്ന് കളയാം. വേണമെങ്കിൽ കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണല്ലോ, വേണമെങ്കിൽ കളഞ്ഞാൽ മതി. മോഡലിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കളയുന്നതാണ്. അപ്പോൾ ഇതാ ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് നമ്മളത് സൂപ്പ് നല്ല ഹാർഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്യാം. അത് ഓരോന്ന് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നല്ല
നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ. ഇത് നല്ല ഹാർഡായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സോപ്പ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് സോപ്പ് എത്തിച്ച് തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ സോപ്പും ഒന്ന് പതുക്കെ റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ 3 മണിക്കൂർ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് നല്ലപോലെ സോപ്പ് ഇതുപോലെ ഹാർഡായി ഒന്നും വരില്ല. അപ്പോൾ ഇതാ നമുക്ക് എല്ലാം അത് എടുക്കാം. 5 സോപ്പും ഒരു കുഞ്ഞു സോപ്പും ഉണ്ട്. നമുക്കിതാ നമ്മുടെ സോപ്പ് 6 സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മളെ സോപ്പ് നല്ല ഭംഗിയായി വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഹാർഡാണ്, ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് പതയുണ്ടോയെന്ന്. എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് സോപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് കൈമ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. ഞാൻ കുറച്ച് ഇതാക്കിയിട്ടുള്ളൂ. ഞാൻ കുറച്ച് വെള്ളം കൈമാക്കിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നല്ല പതയുണ്ട് കേട്ടോ. നല്ലതാണ്, ഫേസിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. അതാ ഇത് നമ്മളെ പത ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഇതിപ്പം നല്ലതാണ് കേട്ടോ, മുഖത്തിനൊക്കെ നല്ലതാണ്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.